നമസ്കാരം. വളരെ ആനുകാലിക പ്രസക്തമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതായത് കുഴഞ്ഞു വീണ് കൊണ്ടുള്ള മരണങ്ങൾ. അതായത് പലപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉറക്കത്തിലും ഒക്കെ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്തുമൊക്കെ മരണങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമായി നമ്മൾ കേൾക്കുന്നു. പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പ്രസംഗിച്ചുകൊണ്ട് നിന്ന സമയത്താണ് മരിച്ചത്. അങ്ങനെ ഈ ഒരു അവസ്ഥ കൊറോണയ്ക്ക് ശേഷം അമിതമായിട്ട് വളരെ കൂടുതലായിട്ട് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നു. അത് നമുക്കൊരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണത്. എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന പല ആളുകളും അങ്ങനെ ഈ രംഗം വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട്, സിനിമ മേഖലയിലുള്ളവർ പോലും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഒന്ന് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ കുറച്ച് മനസ്സിലാക്കിയപ്പോൾ, കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ടോപ്പിക്ക് തന്നെ. അത് തന്നെയാണ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ 40 വയസ്സിന് മുകളിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞ് ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അതായത് ഡൈമർ ടെസ്റ്റ്. അത് എല്ലാവരും ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ എല്ലാവരും തന്നെ അത് 40 വയസ്സെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 25-30 വയസ്സിനകത്തെങ്കിലും അതിനുള്ളിൽ ഉള്ള ആൾക്കാർ പോലും ഇത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ശരീരത്തിലും കൊറോണയുടെ അണുക്കൾ ഈ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഡൈമർ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാല് രക്തം കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ് അവർക്ക് എന്നുള്ളതാണ്. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ വളരെ എളുപ്പമാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് വളരെയധികം കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹൃദയത്തിലേക്കുള്ള രക്തഓട്ടം കുറയുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ്ങിന് അല്ല, നമ്മള് ഹാർട്ട് ബീറ്റ്സ് ഇല്ലേ, ഹാർട്ട് ബീറ്റ്സ് ലബ് ഡബ് എന്നുള്ള ഹാർട്ട് ബീറ്റ്സ് കൃത്യമായിട്ട് ചെയ്യുന്ന 2 നോട്ട്സ് ഇരോടിപ്പുണ്ട്, SA നോഡ്, AV നോഡ്. അപ്പൊ അതിലുള്ള താളപ്പിഴകൾ, അരിത്മിയാസ് എന്ന് പറയും, വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ഒരു കാര്യമില്ലാതെ മരണം സംഭവിക്കുകയും ചെയ്യും. പിന്നെ എന്നാലും ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറയുന്നത് രക്തഓട്ടം കുറയുക എന്നുള്ളത് തന്നെയാണ്. സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കാര്യം അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ജീവിതത്തില് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം സ്റ്റേറ്റ്സിലും മറ്റും മറ്റുള്ള കൺട്രീസിലൊക്കെ തന്നെയും ഇതിനു വേണ്ടിയിട്ട് അവര് ശരിക്ക് ഈ ബേബി ആസ്പിരിൻ, അതായത് ചെറിയ ആസ്പിരിന്റെ ചെറിയ ഗുളികയാണത്. നമ്മളിവിടെ 75 മില്ലിഗ്രാം കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ 50 മില്ലിഗ്രാമിന്റെ ബേബി ആസ്പിരിൻ എല്ലാ ദിവസവും രോഗികളല്ലാത്തവരൂടെ കഴിക്കാൻ കമ്പൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു കാരണം മുൻവിധിയായിട്ട് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തേക്ക് നമ്മൾ നാച്ചുറലായിട്ട്, ഇതിപ്പം നമ്മളൊരു ടാബ്ലറ്റ് കൊടുക്കുന്നു, അതാണല്ലോ ബേബി ആസ്പിരിൻ. അത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതാണ് ആസ്പിരിൻ, ക്ലോപ്പിലേറ്റ്, അങ്ങനെയൊക്കെ വളരെയധികം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മെഡിക്കൽ മെഡിസിൻസ്. അപ്പൊ അതിന് പകരം നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ചില ഭക്ഷ്യവസ്തുക്കൾ സ്ഥിരമായി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താൻ നോക്കുക. അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന്, ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ്. മറ്റൊന്ന്, രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രൂപ്പ്. അപ്പൊ ഈ 2 ഗ്രൂപ്പില് ആദ്യത്തെ ഗ്രൂപ്പിനെ നമുക്ക് എടുക്കാം. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അടുക്കളയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഏറ്റവും നല്ല ആന്റിപ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ആണ്, ആന്റിപ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്ററി ഫാക്ടേഴ്സ് ആണ് അതിനകത്തിരിക്കുന്നത്. അലിഡിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്, ഒരു പാസീവ് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് അലിസിൻ ആയിട്ട് മാറും. അലിസിൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വളരെയേറെ സഹായിക്കുന്നതാണ്.
ഈ അലിസിൻ ആക്റ്റീവ് ആവണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. വെളുത്തുള്ളി ചുമ്മാതെ അങ്ങ് പെട്ടെന്ന് കഴിച്ചാൽ പറ്റത്തില്ല. വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ട് ഒരു 3-4 അല്ലി ഒന്ന് ചതച്ച് ഒരു 10 മിനിറ്റ് പുറത്ത് വെക്കണം. അന്തരീക്ഷ വായുവായിട്ട് അത് ഒരു കണക്ഷൻ വരുമ്പോഴാണ് അലിസിൻ അതിനകത്ത് നിന്ന് ആക്റ്റീവ് ആവുന്നത്. അലിഡിൻ നിന്ന് അലിസിൻ ആവും. ഈ അലിസിനാണ് നമ്മൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചതച്ച് വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം മാത്രം പാചകം ചെയ്യുക. അമിതമായിട്ട് പാചകം ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കുറയും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കഴിക്കാം. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കുറെ നേരം 10 മിനിറ്റ് വെച്ചിട്ട് പച്ചയ്ക്ക് വേണമെങ്കിൽ ചവച്ച് തിന്നാം, കുഴപ്പമില്ല. അത് വയറൊക്കെ പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ ഒരു പരിധി വരെ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് പറ്റത്തില്ല, വയറ് ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഈ രീതിയിലൊന്ന് ഇത്തിരി എണ്ണയിൽ, നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്ത് കഴിക്കുക. നമ്പർ 1 വെളുത്തുള്ളി. രണ്ടാമതുള്ളത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയിലിരിക്കുന്ന കുർക്കുമിൻ ഏറ്റവും നല്ല ആന്റിപ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ഉള്ളതാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. അപ്പൊ മഞ്ഞൾപ്പൊടി ദിവസവും കുറച്ച് കഴിക്കുക. അല്ലെങ്കിൽ കുർക്കുമിൻ എല്ലാ ദിവസവും ഒരു ഗുളിക രാവിലെ ഒരു ഗുളിക വൈകിട്ട് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. അടുത്തത് മഞ്ഞൾ കഴിഞ്ഞിട്ട് ഇഞ്ചിക്കകത്ത് ജിഞ്ചറിനകത്തിരിക്കുന്നത് ഇതുപോലെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്ലേറ്റ്ലെറ്റിനെ ഒരുമിച്ച് കൂടാതിരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ജിഞ്ചറിൻ എന്ന് പറയും. പിന്നെ നമ്മുടെ സിന്നമൺ എന്ന് പറയും. കറുവപ്പട്ട അറിയാമല്ലോ നിങ്ങൾക്ക്. കറുവപ്പട്ട നമ്മുടെ അടുക്കളയിലുള്ളതല്ലേ. കറുവപ്പട്ട അതുപോലെ പൊടിച്ച് 1 ടീസ്പൂൺ നമ്മൾ എല്ലാ ദിവസവും ഇച്ചിരി തേനിലോ മറ്റോ ചാലിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആഹാരത്തിൽ ചേർത്ത് കഴിച്ചാലും അത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതാണ്. കറുവപ്പട്ടയുടെ കാര്യങ്ങൾ. കുരുമുളകും അതുപോലെ തന്നെയാണ്. പെപ്പറിൻ എന്ന് പറയും. അത് വളരെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്. അതും ശരീരത്തിൽ ഈ രക്തത്തെ കട്ടകൾ കെട്ടാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറുവപ്പട്ട, 5 നമ്മുടെ അടുക്കളയിലെ 5 സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഏറ്റവും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഈ ഘടകങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടിയും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു ഡ്രിങ്ക് പോലെ, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഇപ്പം ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തില് നാരങ്ങാനീര്, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി കറുവപ്പട്ടയുടെ പൊടി. ഇത് ആലോചിക്കുക. ഇത് 4 ഇൻഗ്രീഡിയന്റ് ആയത്. ഇഞ്ചിയുടെ ജ്യൂസ് റെഡി ആയില്ലേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ജ്യൂസ്, പിന്നെ കുരുമുളക് പൊടി ലേശം 1/4 ടീസ്പൂൺ വീതം മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ നാരങ്ങാനീര്, ഓക്കെ, കറുവപ്പട്ടയുടെ ഇത്രയും കൂടെ പൊടിയും കൂടി ഇട്ട് ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ ഹാർട്ട് അറ്റാക്ക് പാരമ്പര്യമായിട്ടുള്ളവര് അത് ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്ന ആളുകൾ, ഇവരൊക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മള് ഈ ക്ലോപ്ലെറ്റും ആസ്പിരിനും ഒക്കെ കഴിക്കുന്ന ഗ്രൂപ്പിലെ ആൾക്കാരുണ്ട്. ഇത് എല്ലാവരും എന്നോട് ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും, എനിക്കറിയാം. അപ്പൊ അത് അങ്ങനെ കഴിക്കുന്നവർ, ഈ ക്ലോപ്ലെറ്റും ആസ്പിരിനും കഴിക്കുന്നവര് ഇത് കഴിക്കണമെന്നില്ല. കാരണം അതിന്റെ ആക്ഷൻ വളരെയധികം ത്വരിതപ്പെടുത്തും ഇത്. കാരണം കൂടുതൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബ്ലീഡിങ്ങിലേക്ക് പോയാലോ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് അത് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം, നോ ഇഷ്യൂസ്, ഒരു കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ച് ഇച്ചിരി സോട്ട് ചെയ്ത് കഴിക്കുന്ന എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതിന് മാത്രമല്ല, ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, ക്യാൻസറിനെ പ്രതിരോധിക്കാനും ബോഡിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനും രോഗപ്രതിരോധ ശേഷി കൂടാനും ഒക്കെ തന്നെയും സഹായിക്കുന്നതാണ് വെളുത്തുള്ളി. ഏറ്റവും നല്ല ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് അതിനകത്ത് അലിസിൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ്. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ശരീരത്തിന് സപ്പോർട്ടീവ് ആണ്. ഒരു പ്രശ്നമേ ഉള്ളൂ, വയറിനകത്ത് ചിലപ്പം ചില പ്രശ്നങ്ങൾ, എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ആ രീതിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. അങ്ങനെയുള്ള പേഷ്യൻസ്, ഗ്യാസ്ട്രൈറ്റിസും അൾസറേറ്റീവ് കൊളൈറ്റിസും അല്ലെങ്കിൽ പെപ്റ്റിക് അൾസറും ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കണം. എങ്കിൽ കൂടിയും അത് ഒരു മരുന്ന് പോലെ തന്നെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഇച്ചിരി നെയ്യിലോ മറ്റോ സോട്ട് ചെയ്ത് കഴിക്കുക. അപ്പൊ ഇതാണ് ആദ്യത്തെ ഘടകം. അതായത് പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട കെട്ടാതിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റിലൂടെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കട്ട കെട്ടാതെ ഒരുമിച്ച് ക്രംബിൾ ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ അടുക്കളയിൽ ഇപ്പൊ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക്
ഇത് ഒന്ന് പെട്ടെന്ന് ഈ അതെറോസ്ക്ലെറോസിസ് വരുന്നതെന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അത് വളരെ സ്ലോ ആയിട്ട് കൊളസ്ട്രോളും അല്ലെങ്കിൽ യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രൈഗ്ലിസറൈഡും VLDL-ഉം HDL കൂടുതലാക്കി നിർത്തിയാൽ മതി. ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എങ്കിൽ കൂടിയും ട്രൈഗ്ലിസറൈഡും VLDL-ഉം കൂടുതലുള്ളവര്, അതോടൊപ്പം യൂറിക് ആസിഡ് കൂടുതലാവുക, കാൽസ്യം ഡെപ്പോസിറ്റ്, ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടെയാണ് ഈ അതെറോസ്ക്ലെറോസിസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഒരു മുഖക്കുരു പോലെ ഈ അതെറോസ്ക്ലെറോസിസ് ഒരു പ്ലാക്ക് പോലെ വന്നിട്ട് അടഞ്ഞു പോകും. അത് ക്രമേണയാണ് അടയുന്നത്. അവിടെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞ് ഈ ബ്ലഡ് വെസലിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് കാണുക. അത് നമ്മളിപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റെന്റ് ട്രീറ്റ്മെന്റ് എടുക്കുക. അതല്ല എങ്കിൽ, അതായത് എപ്പോഴും പറയത്തില്ലേ ഞങ്ങൾ ഇത് ചെയ്തു, ബൈപ്പാസ് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റെന്റ് വെച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതെല്ലാം തന്നെയും കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമാണ്. അത് ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങളിൽ ഒരു കാരണം തന്നെയാണ്. ഇവിടെയൊക്കെ നമുക്ക് മറ്റൊരു പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കാം. അപ്പം ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചുരുങ്ങിയിരിക്കുന്ന രക്തക്കുഴല് ഒരു പരിധിവരെ നമുക്ക് വികസിപ്പിക്കാം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന 2-3 ഘടകങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. നമ്പർ 1 ആണ് ബീറ്റ്റൂട്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ബീറ്റ്റൂട്ട് എന്ന് പറയുന്നതിനകത്തുള്ള ബീറ്റാനിൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാസോ ഡയലേറ്റർ ആണ്. നൈട്രേറ്റിനെ നൈട്രേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുകയും രക്തക്കുഴലുകളുടെ വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പിന്നെ തയ്യാറാക്കി വെച്ച് കുറെ നേരം കഴിഞ്ഞല്ല കഴിക്കണം. അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് കുറച്ച് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ കഴിക്കാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഡ്രിങ്കിനകത്ത് അതും ചേർക്കാം. അതും കൂടെ ചേർത്തൂടെ? പ്രശ്നമുണ്ടോ? അങ്ങനെ ചേർത്ത് തന്നെ കഴിക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കരിഞ്ജീരകം. ഞാൻ എപ്പോഴും പറയും കരിഞ്ജീരകത്തിന്റെ കാര്യം. കരിഞ്ജീരകം, ബ്ലാക്ക് കുമിൻ അല്ലെങ്കിൽ ബ്ലാക്ക് സീഡ് അല്ലെങ്കിൽ നിഗല്ല സെറ്റൈവ എന്ന് പറയുന്ന ഈ ഒരു സീഡ് എന്ന് പറയുന്നത് ജീരകത്തിന്റെ മറ്റൊരു കാട്ടുജീരകം, കരിഞ്ജീരകം എന്നൊക്കെ പറയുന്നതാ. അപ്പൊ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന തൈമോക്വിനോൺ വളരെ എഫക്റ്റീവ് ആണ്. ഇതുപോലെ വാസോ ഡയലേറ്റർ ആണ്. നമ്മൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ ബ്ലാക്ക് സീഡ് ഓയിലിനകത്ത് ഉള്ള തൈമോക്വിനോൺ. അപ്പൊ അതും റെഗുലർ ആയിട്ട് കഴിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് അതിന്റെ ക്യാപ്സ്യൂൾസ് കിട്ടും, ബ്ലാക്ക് സീഡ് ഓയിൽ ക്യാപ്സ്യൂൾസ്. അപ്പൊ ഈ ആസ്പിരിൻ ക്ലോപ്ലെറ്റിന് അതുപോലെ എഫക്റ്റീവ് ആയതാണ് ഈ ബ്ലാക്ക് സീഡ് ക്യാപ്സ്യൂൾസ്. അപ്പം ഒരിക്കലും ആസ്പിരിനും ക്ലോപ്ലെറ്റും കഴിക്കുന്നവര് ബ്ലാക്ക് സീഡ് ഓയിൽ അതിനോടൊപ്പം കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതല്ലെങ്കിൽ ഒന്നിന്റെ അളവ് കുറച്ചിട്ട് വേണം ഇതിലേക്ക് പോവാൻ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ചുവന്നുള്ളി, വെളുത്തുള്ളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചുവന്നുള്ളി, സവാള, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്യുർസെറ്റിൻ എന്ന് പറയുന്നത് ഇതുപോലെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വളരെയധികം നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏറെ നല്ല ഗുണഫലങ്ങൾ തരുന്ന ആന്റി ഓക്സിഡന്റ് ആണ് ക്യുർസെറ്റിൻ. അതും ചുവന്നുള്ളി നമ്മൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അടുക്കളയിലെ പ്രതിരോധങ്ങൾ. ഹാർട്ട് അറ്റാക്കിനെ തടയാൻ അടുക്കളയിലുള്ള പ്രതിരോധങ്ങൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി, ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. മരുന്നുകൾ കഴിക്കുന്നവര് ഇതെല്ലാം അതിനോടൊപ്പം, ഇപ്പം പലരും എന്നോട് ചോദിച്ചു തുടങ്ങും, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ അറ്റാക്ക് വന്നു മരുന്ന് കഴിക്കുന്നുണ്ട്, അന്നേരം ഇത് കഴിക്കാമോ? അങ്ങനെ കഴിക്കരുത്. അത് ശ്രദ്ധിച്ചു തന്നെ പോകണം. പിന്നെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, ചെറിയ അളവിൽ കഴിക്കാം. വെളുത്തുള്ളി കഴിക്കാൻ കുഴപ്പമില്ല. ജ്യൂസുകൾ കഴിക്കാം. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഈ അസുഖങ്ങളൊന്നും വരാത്തവരും ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ മാസം 23-ാം തീയതി, മാർച്ച് 23-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ എറണാകുളത്ത് എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റലിൽ ഒരു ദിവസം കൺസൾട്ടേഷന് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം താല്പര്യമുള്ളവർ എൻ്റെ മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.